മലയാളികൾക്ക് വളരെയധികം പ്രിയങ്കരിയായ ഒരു താരം തന്നെയാണ് രേണു സുധി. അത് നിസ്സംശയം പറയാൻ സാധിക്കും. ഇപ്പോഴിതാ രേണു പങ്കുവയ്ക്കുന്ന ഒരു വീഡിയോ വളരെയധികം എല്ലാവരെയും വിഷമിപ്പിക്കുകയാണ്, എല്ലാവരെയും സങ്കടപ്പെടുത്തുകയാണ് എന്ന് പറയാം. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അത് പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നു. ഋതപ്പന് എന്നെ മുടി വെച്ച് കാണണമെന്ന് പറഞ്ഞു. അമ്മ ഇങ്ങനെ മുടി വെട്ടണ്ട, എനിക്കത് ഇഷ്ടമായില്ല. അമ്മ പഴയതുപോലെ ഇരുന്നാൽ മതി. ഋതപ്പൻ ഇങ്ങനെ പറഞ്ഞു. അവനോട് എൻ്റെ രോഗത്തെക്കുറിച്ചോ എൻ്റെ രോഗം ഇങ്ങനെ ആയതുകൊണ്ടാണ് എനിക്ക് മുടി പോകുന്നതെന്നോ പറഞ്ഞാൽ മനസ്സിലാകില്ലല്ലോ. ആ ഒരു പ്രായത്തിലല്ല അവനിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് അവന് വേണ്ടി ഞാൻ വിഗ് വയ്ക്കാമെന്ന് കരുതി. എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് വെച്ച് കണ്ടപ്പോൾ അവന് സന്തോഷമായി. അവൻ ഒരുപാട് നേരം ചിരിച്ചു. ഈ അമ്മയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞു. എനിക്ക് എപ്പോഴും എൻ്റെ അമ്മ ഇങ്ങനെ മുടി നീട്ടി വളർത്തുന്നതാണ് ഇഷ്ടമെന്ന് ഋതപ്പൻ പറഞ്ഞു. അവനോട് ചിരിച്ചുകൊണ്ട് ഞാൻ ഒരു മറുപടിയും പറഞ്ഞില്ല. അവനോട് എന്തു പറയാനാണ്, ചെറുതല്ലേ, അവൻ എന്തറിയാനാണ്. ഓരോ തവണയും അവൻ ഇത്തരത്തിൽ അമ്മ എനിക്ക് ഇത് ആഗ്രഹമുണ്ട്, ഇങ്ങനെ ആഗ്രഹമുണ്ട് എന്ന് പറയും. അതെല്ലാം ഞാൻ സാധിച്ചു കൊടുക്കും. അതുപോലെ തന്നെയാണ് ഞാൻ ഇതും സാധിച്ചു കൊടുത്തത്. അവനങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നും പറയാറില്ല. അവനവൻ്റെ അമ്മയെ പഴയതുപോലെ മുടി നീട്ടി വളർത്തിയൊന്ന് കാണണമെന്ന് പറഞ്ഞു. അതിലെന്താണ് ഇത്ര തെറ്റ്? അവനത് പറയാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ഞാൻ മാത്രമല്ലേ അവകാശി. ഞാൻ മരിക്കുന്നത് വരെയും അവൻ ഒരു അവകാശിയെ ലോകത്തുള്ളൂ. അവൻ്റെ അച്ഛൻ മരിച്ചു പോയത് കൊണ്ട് തന്നെ അത് ഞാനാണ്. അവൻ ഒരൊറ്റ അവകാശി മാത്രമേ ഈ ലോകത്തുള്ളൂ എന്ന് മനസ്സിലാക്കണം. മറ്റാരും അവനെന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ അവകാശം പറഞ്ഞു വരുന്നവരും ശ്രദ്ധിക്കണം. അവന് മറ്റവകാശികളൊന്നുമില്ല. അവൻ്റെ അവകാശി ഞാൻ മാത്രമാണ്. അവൻ്റെ അച്ഛനുണ്ടായിരുന്നു, എന്നാൽ അവൻ്റെ അച്ഛൻ മരിച്ചു പോയത് കൊണ്ട് തന്നെ അവൻ്റെ അമ്മ മാത്രമാണ് ഇപ്പോൾ അവൻ്റെ അവകാശിയായുള്ളത്. മറ്റാരും തന്നെ അവിടെ ഇല്ല. അവിടെ ആരും അതിക്രമിച്ച് കയറാനും നിൽക്കണ്ട. അതൊക്കെ വളരെ മോശപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ നിങ്ങൾക്ക് തകർക്കാനാകില്ല. ഋതപ്പന് ഏറ്റവും ആവശ്യവും അവന് ഏറ്റവും ഇഷ്ടവും അവൻ്റെ അമ്മയെ തന്നെയാണ്. അവൻ്റെ അമ്മയുടെ കൂടെ നിൽക്കുന്നത് തന്നെയാണ് അവന് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് അവൻ്റെ അവകാശവും അവനെ ഏറ്റെടുക്കാനുമൊന്നും ആരും ഇനി വരണ്ട. അവൻ്റെ അമ്മയുടെ കൂടെയാണ് അവൻ നിൽക്കുന്നത്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ അമ്മയുടെ കൂടെ തന്നെയല്ലേ ജീവിക്കുന്നത്? അതുപോലെ തന്നെ അവനും ജീവിക്കും. അതിനിപ്പോൾ എന്താണ് തെറ്റ്? അതിലൊരു തെറ്റ് ഞാൻ കാണുന്നില്ല. ഇങ്ങനെയാണ് രേണു സുധി ഇപ്പോൾ ഋതപ്പനെ ചോദിച്ചുകൊണ്ട് പറയുന്ന വീഡിയോയിൽ തന്നെ പറയുന്നത്. കിച്ചുവിന് വിട്ടുകൊടുക്കണമെന്ന തരത്തിൽ പോലും പലരും കമൻറ്റ് ചെയ്ത് എത്തിയിട്ടുണ്ടായിരുന്നു. പലരും ഇക്കാര്യത്തെക്കുറിച്ച് അങ്ങനെയാണ് പ്രതികരിച്ച് എത്തിയതും. എന്നാൽ രേണുവിന് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഇതാണ്. കിച്ചു എവിടെ നിൽക്കണമെന്ന് കിച്ചുവിന് തീരുമാനിക്കാം. അവന് 18 വയസ്സായി. എന്നാൽ ഋതപ്പൻ ചെറുതാണ്. അവൻ എവിടെ നിൽക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അവൻ്റെ അമ്മയാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രായത്തിൽ അവനവൻ്റെ അമ്മയുടെ കൂടെ അല്ലാതെ എവിടെയാണ് നിൽക്കേണ്ടത്? നിങ്ങളൊന്ന് ചിന്തിക്കൂ. അതിൻ്റെ യഥാർത്ഥ വശം നിങ്ങൾ കണ്ടുപിടിക്കൂ. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതാണ് ഇപ്പോൾ രേണു തന്നെ വെളിപ്പെടുത്തുന്ന കാര്യം. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന കാര്യവും ഇത് തന്നെയാണ്. എല്ലാവരും കൃത്യമായി പറയുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.